ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ടീച്ചറമ്മയുടെ വീട്ടിൽ ഇപ്പോൾ വീണയുടെ കല്യാണ പൊടിപൂരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഒരുക്കങ്ങളല്ല. ഈ ഒരു സമയത്ത് അമ്മയ്ക്കും അതുപോലെ മോൾക്കും തമ്മിൽ സംസാരിക്കാൻ വേണ്ടി ചെവിയറിയാതെ നമ്മുടെ കുഞ്ഞി പോയൊരു ഫോൺ അങ്ങ് മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ആരും അറിയാതെ കല്ലുവിനെ വിളിച്ചും റൂമിൽ കയറ്റി കല്ലുവിനെ അത് കാണിച്ചു കൊടുക്കുക. കല്ലു ഈ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ കല്ലുവിനത് ഒരുപാട് അങ്ങ് ഇഷ്ടമായി. നല്ല ഫോൺ, ഇതെവിടുന്ന കുഞ്ഞിന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ കല്ലു ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ കുഞ്ഞിനിത് എവിടുന്ന് സംഘടിപ്പിച്ചാൽ, കുഞ്ഞിനിത് എവിടുന്ന് വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചു. ഇത് എന്തിനാണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. കുഞ്ഞിനൊരു ഫോൺ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ ഈ ഫോൺ വാങ്ങിയെന്ന് ചോദിക്കാം. ഇതേ എനിക്ക് വാങ്ങിച്ചതല്ലടി മണ്ടി, ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ. അമ്മയ്ക്കോ? ഇനി അമ്മയ്ക്ക് മുറിയിലിരുന്ന് നമ്മളെ വിളിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ വീഡിയോ കോൾ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അമ്മയ്ക്കൊരു ഫോൺ ആവശ്യമാണ്. മാത്രമല്ല നീയും പറഞ്ഞതല്ലേ അന്ന് അമ്മയ്ക്കൊരു ഫോണൊക്കെ സെറ്റാക്കാമെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണെന്ന് പറയും. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയാനുണ്ടോ എൻ്റെ കുഞ്ഞാട്ടി, പൊളിയല്ലേ, സൂപ്പറാ, നല്ല കാര്യം. അമ്മമ്മയ്ക്ക് ഇനി എന്തായാലും ബോറടിക്കത്തില്ലല്ലോ മുറിയിലിരുന്ന്, ഇനിയിപ്പോൾ അത്യാവശ്യം റീൽസൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കാവല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ അമ്മയുടെ കൈകളിലേക്കൊന്ന് കൊടുക്കുക എന്ന് ചോദിച്ചു. എനിക്കിനി ആ മുറിയിലേക്ക് കയറാനായിട്ട് പറ്റത്തില്ല എന്ന് കുഞ്ഞ് പറയുക. അപ്പോൾ പിന്നെ ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആ ഒരു ഇതിൽ ചോദിക്കുമ്പോൾ അതിനല്ലേ ഞാനിവിടെ ഇരിക്കുന്നതെന്ന് നമ്മുടെ കല്ലു, ഞാനത് അമ്മമ്മയുടെ കയ്യിൽ കൊടുത്തോളാം. പിന്നെ ഒരു കാര്യം ആരും അറിയാൻ പാടില്ല കേട്ടോ, അമ്മയോട് പറയണം ഈ ഫോൺ എപ്പോഴും സൈലൻ്റ് ആക്കി വെക്കണമെന്ന്. കാരണം ഫോണിൽ റിങ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫോണിൻ്റെതായ ഒരു ഡീറ്റെയിലും കാര്യങ്ങളും ഇവിടെയുള്ള ആർക്കും കിട്ടാൻ പാടില്ല, അവരാരും അറിയാനും പാടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എൻ്റെ കുഞ്ഞാ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് അവിടെ വെച്ച് നമ്മുടെ കല്ലു ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ കല്ലുവും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിയും കൂടി അമ്മയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു സർപ്രൈസ് തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വല്യമ്മാമ ഒരു ചേച്ചിയെ കൊണ്ടുവന്നു. അതും കുഞ്ഞിയുടെ കല്യാണ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ വരുന്നേ. അപ്പോൾ ആ കല്യാണ ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാ മക്കളും കൂടെ അവിടെ ഇരിപ്പുണ്ട്. രേണു ആണെങ്കിൽ വ്ളോഗ് പിടുത്തോ ആയിട്ടായാലും നമുക്ക്. അപ്പോഴാണ് നമ്മുടെ വല്യമാമ ഈ ചേച്ചിയായിട്ട് വരുന്നത്. കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ അതിന് കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഇത് നല്ലൊരു കണ്ടൻ്റായിട്ട് കിട്ടി എനിക്ക്. കല്യാണ വീട്ടിലെ ഒരുക്കങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വ്ളോഗ് അങ്ങ് പിടിക്കും എന്നും പറഞ്ഞ് രേണു ഇങ്ങനെ അവിടെ നിന്ന് പറയുമ്പോൾ കല്യാണ വീട്ടിലെ ഒരുക്കങ്ങൾ പിടിക്കുകയല്ല, മറിച്ച് ഈ വീട്ടിലുള്ള എല്ലാ ജോലികളും നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറയുക. അത് കല്യാണ പെണ്ണിനെ കൊണ്ടല്ല ചെയ്യിക്കേണ്ടത്, കല്യാണ വീട്ടിലെ ഒരുക്കങ്ങൾ വീട്ടിലുള്ള മറ്റുള്ളവരാണ് ചെയ്യിക്കേണ്ടത്. പെൺകുട്ടി റെസ്റ്റ് എടുക്കുക ചെയ്യേണ്ടതെന്നുള്ള കാര്യം വല്യമാമ ഇങ്ങനെ പറയുമ്പം എൻ്റെ പൊന്നു വല്യമാമ, അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലായിടത്തും അവനവൻ്റെ കല്യാണത്തിനെ മുൻതൂക്കം, അല്ലെങ്കിൽ ഒരുക്കങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന് എല്ലാ കൂട്ടങ്ങളും നോക്കിയും കണ്ടൊക്കെ ചെയ്യുന്നതേ ചെറുക്കനും പെണ്ണുമാണ്, അല്ലാതെ മറ്റുള്ളവരാരും അല്ല എന്നൊക്കെ ഈ രാധ ഇങ്ങനെ പറയുമോ. അത് കേട്ടപ്പം അത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നടന്നോട്ടെ, പക്ഷെ നമ്മുടെ ഇവിടെ ആ ആചാരം വേണ്ട. നമ്മുടെ ഇവിടെയുള്ളവർ തന്നെ കുഞ്ഞിയുടെ കല്യാണത്തിന് വീട്ടിലെ ഒരുക്കങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ തൂക്കലും തുടക്കലും എല്ലാം നടത്തിയാൽ മതി. കുഞ്ഞ് ഇതൊക്കെ കാഴ്ചക്കാരിയായിട്ട് കണ്ടിരുന്നാൽ മതി എന്ന കാര്യം ഇങ്ങനെ നമ്മുടെ വല്യമാമ പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരെ രാധ പറഞ്ഞ് ഒരു ഒക്കാനം പോലെ അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും രേണു പറഞ്ഞു, എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല കേട്ടോ, എനിക്ക് വ്ളോഗ് പിടിക്കണം, എനിക്ക് വ്ളോഗ് പിടിച്ച് എൻ്റെ ചാനലിൽ നല്ല റീച്ച് കിട്ടാനുള്ളതാ, കണ്ടൻറ്റാ എന്നൊക്കെ പറഞ്ഞ് രേണു ഇങ്ങനെ പറയുമ്പോൾ ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് നീ ചെയ്തിട്ട് കിട്ടുന്ന റീച്ചൊക്കെ നിനക്ക് കിട്ടിയാൽ മതി എന്ന് വല്യമാമയും പറയാം. അങ്ങനെ വല്യമാമ സരസ്വതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇതൊന്നും എനിക്ക് നിങ്ങളോട് പറഞ്ഞു നടന്ന് ചെയ്തു തരേണ്ടതായിട്ടുണ്ടായിരുന്ന ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും എല്ലാം അവൾ തന്നെ നോക്കിയും കണ്ടും ചെയ്തേനേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഏതായാലും അവളില്ലാത്തതിൻ്റെ കുറവുകൾ ഒരിക്കലും കുഞ്ഞിയുടെ കല്യാണത്തിലോ ഈ കുടുംബത്തിലോ ഉണ്ടാകാൻ പാടില്ല എന്ന് വല്യമാമ പറയുമ്പോഴേക്കും കള്ളന്മാരും കള്ളികളും എല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. മകേഷും അതുപോലെ രാധയൊക്കെ കുഞ്ഞി ഒരു നോട്ടം, അപ്പോൾ കുഞ്ഞി ഇങ്ങനെ ഒരു നോട്ടം നോക്കിയപ്പോൾ രണ്ടെണ്ണം ഒന്ന് പേടിച്ചു. അങ്ങനെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ട് ഇവർ തകൃതിയായിട്ട് നടക്കുന്ന ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ മേരിക്കുട്ടി ടീച്ചർ മോനും കൂടെ കയറി വരുന്നത്. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പം ഇവളുമാർക്കൊക്കെ ഒരു പുച്ഛം, രേണുവിനും അതുപോലെ തന്നെ രാധയ്ക്കും എന്ത് കാണാൻ ഇവരെപ്പോഴും വരുന്നതെന്നുള്ളൊരു പുച്ഛഭാവം ഉണ്ടല്ലോ, ആ പുച്ഛഭാവം എന്നും ഉണ്ട്. ആ ഒരു സമയത്ത് വല്യമാമ ഇവരെ കണ്ടതും വലിയ കാര്യമായിട്ടൊക്കെ വീട്ടിലേക്ക് വിളിച്ചു. വരൂ അകത്തേക്ക് കയറി ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞി അപ്പോൾ കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി എന്നറിയാൻ വേണ്ടി വന്നതാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ അന്നേരം നമ്മുടെ ടീച്ചർ പറയാം, മേരിക്കുട്ടി ടീച്ചർ പറയാം. അപ്പോൾ ഒരുക്കങ്ങൾ എന്തായെന്നൊക്കെ മേരിക്കുട്ടി ടീച്ചർ കണ്ടില്ലേ, ഇതൊക്കെ തന്നെ ഒരുക്കങ്ങൾ. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യിക്കാൻ ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ പറയായിരുന്നു സരസ്വതി ഉണ്ടായിരുന്നെങ്കിലേ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, ആരും ഒന്നും അറിയേണ്ടിയിരുന്നില്ല, എല്ലാം അവൾ ചെയ്യേണ്ട രീതിക്ക് തന്നെ ചെയ്തേനെ, എല്ലാം നോക്കിയും കണ്ടു അവൾ തന്നെ ഭംഗിയാക്കിയേനെ എന്നൊക്കെ.
അപ്പോൾ അത് കേട്ടപ്പോൾ മേരിക്കുട്ടി ടീച്ചറും പറഞ്ഞു അതെ അത് നേരാ, ശരിയാണ് എന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് ടീച്ചർ വന്നതാണോ എന്ന് വല്യമാമ ഇങ്ങനെ ചോദിക്കുന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതെ ഞങ്ങൾ വന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ട് എന്ന് ടീച്ചർ പറയാം. മറ്റൊരു ഉദ്ദേശമോ? എന്തുദ്ദേശം? അത് പിന്നെ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല ചേട്ടാ. ഞങ്ങൾ വേറെ വിശ്വാസത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങളതെങ്ങനെ എടുക്കുമെന്നും എനിക്കറിയില്ല എന്ന് നമ്മുടെ മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞു. അപ്പോൾ മേരിക്കുട്ടി ടീച്ചർ അത് പറയുമ്പോൾ എന്ത് കാര്യമാണ് ടീച്ചറെ എന്ന് ചോദിച്ചു. ടീച്ചർ ധൈര്യമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ വീണയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. വീണയുടെ കല്യാണത്തിൻ്റെ തലേന്ന് ഒരു ചെറിയ ചടങ്ങായിട്ട് വെക്കാനായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ വേറെ ചടങ്ങുകളും കാര്യങ്ങളും ഒന്നും വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. വൈകുന്നേരം ഒരു മധുരം വെപ്പ് എന്നുള്ളൊരു രീതിയിലൊരു ചടങ്ങുണ്ട്, അത് നമുക്ക് ഇവിടെ നടത്തിയാലോ എന്നിങ്ങനെ അവർ ചോദിച്ചു. അപ്പോൾ അത് ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. വേണ്ട, ഇതൊക്കെ പാഴ്ചെലവാണെന്നുള്ള രീതിയിലാണ് രാധയും രേണുവും മകേഷൊക്കെ പറയുന്നത്. കല്യാണം മാത്രം മതി, തലേദിവസത്തെ ചടങ്ങുകളും കാര്യങ്ങളും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇത് പറയാം. അപ്പോൾ അതേക്കും നമ്മുടെ ടീച്ചർ പറഞ്ഞു സരസ്വതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വീണയുടെ കല്യാണം നടത്താൻ പോകുന്നത്. അത് നല്ല ഭംഗിയായിട്ട് ആർഭാടമായിട്ട് തന്നെ നടത്തിയേനെ. അവളില്ലാത്തതിൻ്റേതായിട്ടുള്ള ഒരു കുറവും ഉണ്ടാകാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ നിങ്ങളത് കാര്യമാക്കണ്ടെന്ന് നമ്മുടെ മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട, അങ്ങനെ ഒരു വിഷയം ഇവിടെ ഇല്ല എന്ന് നമ്മുടെ വല്യമാമ പറഞ്ഞു. ടീച്ചർ വന്നൊരു അഭിപ്രായം പറഞ്ഞാലേ നമുക്കത് തന്നെ അങ്ങ് ചെയ്തേക്കാമെന്ന് വല്യമാമ പറയാം. വല്യമാമ ഇതെന്തറിഞ്ഞിട്ട് ഈ പറയുന്നതെന്ന് നേരത്തേക്കും അവിടെയുള്ള ബാക്കി എണ്ണങ്ങളെല്ലാം കൂടെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞു വല്യമാമ. സരസ്വതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്താകുമായിരുന്നു? അവളോട് നിങ്ങൾ തറുതല അല്ലെങ്കിൽ മറുവാക്ക് പറയുമായിരുന്നു എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഈ ഒരു കാര്യം അത് വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾ കാണണ്ട, വിവാഹത്തിൻ്റെ തലേന്ന് ഒരു സന്തോഷം അത്രയും നിങ്ങൾ കരുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളുമാർക്കൊക്കെ ഒരു മുറുമുറുപ്പും കാര്യങ്ങളും ഒക്കെ കാശ് ചിലവാണെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു ചടങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം ഇവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി വീണ കുടിക്കാനൊക്കെ കൊടുക്കുക. അപ്പോൾ തിരക്കുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവർക്കൊപ്പമായിട്ട് എല്ലാം ചെയ്യാൻ കൂടുന്ന കാര്യങ്ങളും എല്ലാം അങ്ങ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ എല്ലാവരും വളരെ സന്തോഷമായിട്ട് എങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ കല്ലു വീണ കൊടുത്ത് ഈ ഫോൺ പതുക്കെ എടുക്കുന്നത്. അപ്പോൾ ആരുടെയും ശ്രദ്ധപ്പെടാത്ത, ആരും ശ്രദ്ധിക്കാത്തൊരു സമയത്ത് കല്ലുവിനെ ആരുടെയും കണ്ണിൽ പെടാത്ത രീതിയിൽ വേണം കല്ലുവിന് ടീച്ചറമ്മയുടെ അരികിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ കല്ലു ചെവി അറിയാതെ ഈ ഫോണുമായിട്ട് നേരെ. അപ്പോൾ മേരിക്കുട്ടി ടീച്ചറൊക്കെ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. ഈ സമയത്ത് എല്ലാവരും അടിക്കാനും വാരാനും ഒതുക്കാനും ഒക്കെ അങ്ങ് പോയി. നമ്മുടെ വല്യമാമ കൈ എടുത്തുകൊണ്ട് എല്ലാവരെ കൊണ്ടും ചെയ്യിക്കുക. ആ ഒരു സമയം കല്ലു ചെവി അറിയാതെ പെട്ടെന്ന് തന്നെ ടീച്ചറമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ കയ്യിലൊരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ചെല്ലുക. അപ്പോൾ ടീച്ചറമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്, എന്തായിരിക്കും നമ്മുടെ കുഞ്ഞിയുടെ കല്യാണത്തിന് എല്ലാവരും കൂടെ ഒപ്പിച്ചു വയ്ക്കാൻ പോകുന്നത്, ഏത് രീതിയിലായിരിക്കും കുഞ്ഞിയുടെ കല്യാണം നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ ടീച്ചറമ്മയുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ആലോചിച്ചുമ്പോൾ ഇവർക്ക് അവിടെ ഇരിക്കുക. അപ്പോഴാണ് നമ്മുടെ കല്ലു ചെന്ന് വാതിലിൽ മുട്ടുന്നതും ടീച്ചറമ്മ വന്ന് വാതിൽ തുറക്കുന്നതും. കല്ലു വേഗം ചാടി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കയ്യിലൊരു കവറ്. ഇതെന്താടി കല്ലു എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മമ്മ ഇങ്ങ് നോക്കിക്കേ, ഇത് കണ്ടോന്നും പറഞ്ഞുകൊണ്ട് ആ കവറ് തുറന്ന് ഇത് കാണിക്കും, ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞ് വിളിച്ച് അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഈ കവറ് തുറന്ന് ഇത് കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പം ടീച്ചറമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. ഇതെന്താടി മോളെ, ഫോണോ? ഇത് എവിടുന്ന് കിട്ടി നിനക്കെന്ന് ചോദിച്ചു. ഇതുണ്ടല്ലോ, ഇത് എവിടുന്നാണെന്ന് അമ്മമ്മയെന്ന് പറഞ്ഞേ. എവിടുന്നാ? നീ ഇത് എവിടുന്നെങ്കിലും ആരുടെയെങ്കിലും എടുത്തോണ്ട് വന്നതല്ലോ ആണോ? നീ അവരത് അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ പൊന്നേ, അമ്മമ്മ എന്താ ഇങ്ങനെ പറയുന്നേ? അമ്മമ്മയുടെ കല്ലു എന്താ അത്രയ്ക്ക് മോശമാണോ? അമ്മമ്മയുടെ കല്ലു ആരോടും പറയാതെ എന്തെങ്കിലും എടുക്കുന്ന ഒരാളാണോ? അങ്ങനെയല്ല കല്ലു, അമ്മമ്മ പറഞ്ഞേ. ഇത് കുഞ്ഞൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അമ്മമ്മയുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാനിത് ആരും അറിയാതെ ഇങ്ങ് കൊണ്ടുവന്ന. ഇനിയിപ്പോൾ അമ്മമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ട. അമ്മമ്മയ്ക്ക് ഞങ്ങളെ വിളിക്കണമെന്ന് തോന്നുമ്പോൾ വിളിക്കാം, കല്ലുവിനോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ സംസാരിക്കാം, അതുപോലെ തന്നെ കുഞ്ഞിനെ വിളിക്കണമെന്ന് തോന്നുമ്പോൾ വിളിക്കാം, റീൽസ് കാണാം. ഇനിയിപ്പം നമ്മുടെ അമ്മമ്മയുടെ സമയമൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയിക്കോളും. സമയം അറിയണമെങ്കിൽ സമയം അറിയാം, അങ്ങനെ ഒരു കുഴപ്പവും ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടീച്ചറമ്മ അത് മേടിച്ചിങ്ങനെ തലങ്ങും വിലങ്ങും നോക്കും. നല്ല ഫോൺ, ഇത് ഒരുപാട് വിലയായതാണോ ഡി മോളെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഒരുപാട് വിലയൊന്നും ആയില്ല. ഇങ്ങനത്തെ ഫോൺ ഉണ്ടെങ്കിലല്ലേ കല്ലുവിനെയും അല്ലെങ്കിൽ കുഞ്ഞിനെയും ഒക്കെ വീഡിയോ കോൾ വിളിക്കാനൊക്കെ പറ്റുള്ളൂ. എന്തൊക്കെയല്ലേ, ഒരു വീട്ടിൽ 2 മുറികളിരുന്ന് വീഡിയോ കോൾ വിളിക്കുക അല്ലേ, എന്താ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്ലു ഫോൺ എടുത്ത് കുഞ്ഞിനെ വിളിക്കും, നമുക്ക് കുഞ്ഞിനെ വിളിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടെ അവിടെ ഇരുന്ന്
വീണയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ വിളിക്കും. അപ്പോൾ വീണ മുറിയിൽ ഇരിപ്പുണ്ടായിരുന്നു. വേഗം തന്നെ കോൾ എടുത്തു കഴിഞ്ഞപ്പം ഹലോ അമ്മേ, ഇതെന്തിനാ മോളെ ഇപ്പം നീ ഇങ്ങനെ ഒരു ഫോണൊക്കെ മേടിച്ചെന്ന് ചോദിച്ചു. പിന്നെ അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? എനിക്ക് അങ്ങോട്ടേക്ക് ഓടി വരാൻ പറ്റുമോ? മാത്രമല്ല അമ്മയുടെ കയ്യിലൊരു ഫോണുള്ളതേ എപ്പോഴും നല്ലതാണെന്ന് പറഞ്ഞു. അമ്മയ്ക്കൊരു നേരം പോക്കൊക്കെ ആവുമല്ലോ. എപ്പോഴും ഇങ്ങനെ അതിനകത്ത് തന്നെ ഒന്നും അടച്ചുകൂടി ഓരോന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ഫോണുണ്ടെങ്കിൽ സമയം പോകാൻ എളുപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ വിശേഷങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. അപ്പോൾ മേരിക്കുട്ടി ടീച്ചർ വന്നതിനെ പറ്റി, മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ വീണ ഇങ്ങനെ അമ്മയോട് പറയുമോ. ആരും അതിനെ സമ്മതിച്ചില്ല അമ്മേ. പക്ഷേ വല്യമാമയാണെങ്കിൽ മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതിച്ചു, അതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ മനസ്സാണ്, അതായത് മേരിക്കുട്ടിക്ക് എൻ്റെ മനസ്സ് തന്നെയാണെന്ന് ടീച്ചറമ്മ ഇങ്ങനെ പറയാം. എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടെന്നും അവൾ അതിനനുസരിച്ചായിരിക്കും ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. എന്തായാലും അവളുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം അവിടുത്തെ ഒരുക്കങ്ങളെ പറ്റിയും ചടങ്ങുകളെ പറ്റിയും എല്ലാം വീണ അമ്മയോട് പറയും. അങ്ങനെ അമ്മയും മോളും കൂടി അതുപോലെ കല്ലും കൂടി അവിടെ ഇരുന്ന് വീഡിയോ കോളിലൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് വന്ന സമയത്ത് നിതിൻ സാറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നീനയുടെയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നീന ഇപ്പോൾ ഗർഭിണിയാണെന്നുള്ള കാര്യം ടീച്ചർ അമ്മയോട് പറയുന്ന സമയത്ത് അവരെങ്ങനെ ഇരിക്കുന്നു, സുഖമാണെന്നൊക്കെ ചോദിച്ചു. അവൾ പറയുന്നതേ അവളുടെ കുഞ്ഞിനെ അമ്മയുടെ കൈകൾ കൊണ്ട് തന്നെ ഏറ്റുവാങ്ങണമെന്നാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ അവൾ എന്നോട് പറഞ്ഞമ്മയെന്ന് പറയുമ്പോൾ അത് അവരുടെ മനസ്സിൻ്റെ നന്മയാണ് മോളെ. പക്ഷേ എന്ത് ചെയ്യാനാ, അമ്മയ്ക്ക് അതൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അതിനൊന്നുമുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ എന്ന് ടീച്ചറമ്മ പറയുമ്പം അതിനൊക്കെ സാഹചര്യം ഉണ്ടാകും. എന്താണെങ്കിലും അമ്മ ഒരു പേരൊക്കെ കണ്ടുവച്ചങ്ങ് ഇരുന്നു. ഏതായാലും കുഞ്ഞുമാവി ഉണ്ടാവാൻ ഇനിയും സമയമൊക്കെ ഉണ്ടല്ലോ. ആ സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാത്തിനും തീരുമാനങ്ങൾ ഉണ്ടാക്കാവുന്നേ. അമ്മ ധൈര്യമായിട്ടിരിക്കുന്നേ. ഈ കുഞ്ഞല്ലേ പറയുന്നത്, അമ്മയുടെ കുഞ്ഞിയും കല്ലും അല്ലേ അമ്മയ്ക്കൊപ്പം ഉള്ള, പിന്നെ എന്തിനാ അമ്മ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞ് പറഞ്ഞു, പിന്നെ അമ്മ ഫോൺ എപ്പോഴും സൈലൻ്റ് ആക്കി വെക്കണമെന്നും ഒരു കാരണവശാലും അമ്മയുടെ ഒരു ഫോണുള്ളത് അവർ രണ്ടുപേരും അറിയാൻ പാടില്ല, രാധയും അകേഷും അറിയാൻ പാടില്ല എന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെയെങ്ങാനും അമ്മയുടെ കയ്യിൽ ഫോണുണ്ടെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരത് അമ്മയുടെ കയ്യിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. പിന്നെ അമ്മയ്ക്ക് അത് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അവരറിയാൻ സാഹചര്യം ഉണ്ടാകരുതെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓക്കെ ആക്കി. പിന്നെ തിരക്കുകളെ പറ്റിയും അതുപോലെ തന്നെ വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് എളുപ്പത്തിൽ പറയാമല്ലോ. വൈകുന്നേരം ഞാൻ അമ്മയെ വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടീച്ചറമ്മയും കല്ലും കൂടി ഇങ്ങനെ ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുക. ഇപ്പോൾ അമ്മാമ്മയ്ക്ക് സന്തോഷമായില്ലേ, ഇനിയിപ്പോൾ അമ്മാമ്മയ്ക്ക് ഒരു ബോറടിയുടെ പ്രശ്നമേ ഉണ്ടാകാൻ പോകുന്നില്ല. എങ്ങനെ അപ്പോരെ ഒക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. അതുപോലെ കല്യാണത്തിരക്ക് ഇങ്ങനെ ഓടിയെത്തി കഴിഞ്ഞു. പാര വയ്ക്കാൻ ഒരു കൂട്ടർ ഒരു സൈഡിൽ ഇത് ഇഷ്ടക്കേടോടുകൂടി ചെയ്യാൻ മറു സൈഡിൽ വേറൊരു കൂട്ടർ, ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ ഒരു കൂട്ടർ. അങ്ങനെ ഈ കല്യാണം കളറാകുമോ അതോ അവസാനം കല്ലിലിട്ട കലവാകുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്നലെ ടീച്ചർമ്മയുടെ വീഡിയോ ഇടാതിരുന്നത് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ എല്ലാവരോടും അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. താങ്ക് യു. സി അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.